ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 7ാം ക്ലാസ്സിന്റെ ആഡിങ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ വർക്കുകൾ എല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ വർക്കും നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അന്നൊരു തിയറി പഠിച്ചു അല്ലേ? അതായത് ആംഗിൾസ്, ഒരു ത്രികോണത്തിലെ കോണുകളുടെയൊക്കെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കുമെന്നും ലീനിയർ പെയേഴ്സ് ആവുമ്പോൾ എങ്ങനെയാണ് കോണുകളുടെ അളവുകൾ വരിക എന്നുള്ളതെല്ലാം അതൊന്നുകൂടെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു തിയറി പഠിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ ഒരു തിയറി, പിന്നീടുള്ള പ്രോബ്ലംസ് എല്ലാം ആ തിയറി ബേസിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുള്ള തിയറികളും പ്രിൻസിപ്പിൾസും എല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം പാഠഭാഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നോക്കിയാലോ? നോക്കാം. ആ തിയറി എന്താണ്? എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് ഈ തിയറി എഴുതി വയ്ക്കുക. Among the 4 angles made by 2 lines cutting across each other, the sum of each pair of nearby angles is 180 degree. Each pair of opposite angles are equal. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ വരച്ചു. ഏതാണ്? AB. അതായത് മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിട്ടുള്ള ഈ തിയറിയെ ഒന്ന് എക്സാമ്പിൾ വൈസ് ആയിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരികയാണ്. AB എന്നൊരു ലൈനിന് ക്രോസ് ആയിട്ടൊരു വര കൊടുത്തു. അപ്പോഴെന്താ ഉണ്ടായത്? 4 കോണുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണ്ടായി അല്ലേ? 4 ആംഗിൾസ് ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ഒരു വര കൊടുക്കുമ്പോൾ, ഒരു വരയെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ക്രോസ് വര കൊടുക്കുമ്പോൾ എന്താണ്? 4 കോണുകൾ രൂപപ്പെടുകയും ഇവിടെ മേലെ ഒരു ജോഡി ആംഗിൾസ്, താഴെ അതുപോലെ ഒരു ജോഡി ആംഗിൾസ് ഉണ്ട് അല്ലേ? ഇവിടെ മേൽഭാഗത്തുള്ള ഈ 2 കോണുകൾ, തൊട്ടടുത്ത് കാണുന്ന ഈ 2 കോണുകളുടെ തുക എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് ഇതിന് മറച്ചു വെച്ചാൽ ഈ കാണുന്ന 2 കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. അത് നോട്ട് ചെയ്യേണ്ട 1 പോയിന്റ്. അടുത്തതായി പറയുന്നത്, ഇങ്ങനെ 180 ഡിഗ്രി കോണ് സമ്മായിട്ടുള്ള കോണുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള കോണുകൾ എന്താ പറയുക? രേഖീയ ജോഡികൾ. എന്താ പറയുക? തൊട്ടടുത്ത് കിടക്കുന്ന കോണുകളുടെ സമ്മ് 180 ഡിഗ്രി ആയാൽ അത്തരം കോണുകളെ ലീനിയർ പെയേഴ്സ് എന്ന് പറയുന്നു. ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി. അപ്പൊ ഈ ഒരു തിയറിയിൽ നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്ന 2 പോയിന്റ് ആണ്. ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഏതൊക്കെയാ 2 പോയിന്റ്? ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി. എന്താ സപ്ലിമെന്ററി ആംഗിൾസിന്റെ പ്രത്യേകത? സപ്ലിമെന്ററി ആംഗിൾസുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. രേഖീയ ജോഡികളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള കോണും റൈറ്റ് സൈഡിലുള്ള ആംഗിളും കൂട്ടിയാൽ, സപ്പോസ് എന്തെങ്കിലും ഒരു മെഷർമെന്റ് കൊടുത്ത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അതോ കൂടാതെ ഇത്തരത്തിലുള്ള ഈ പെയറുകളുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കോണുകൾ തുല്യമായിരിക്കും എന്നതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ് എന്താണ് ഇന്നിപ്പോ എഴുതിയിട്ടുള്ള ഈ തിയറിയിൽ നമ്മൾ പഠിക്കേണ്ടത്? എന്താണ്? ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതായത് രേഖീയ ജോഡികളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. എതിർ കോണുകൾ തുല്യമായിരിക്കും. ഇങ്ങനെ ലീനിയർ പെയേഴ്സ് വരുമ്പോൾ അവയുടെ എതിർ കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നതാണ് ഇന്ന് നോട്ട് ചെയ്യേണ്ട, പഠിച്ചിരിക്കേണ്ട കാര്യം. അപ്പൊ ഒന്നുകൂടെ തിയറി പറയാം.
among the four angles made by two lines cutting across, അല്ലേ? 2 lines ക്രോസ് ആയിട്ട് കട്ട് ചെയ്തപ്പോൾ 4 ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ഈച്ച് അതർ the sum of each pair of nearby angles is 180 degree. അങ്ങനെ 4 കോണുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ തൊട്ടടുത്തുള്ള കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. കൂടാതെയോ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇങ്ങനെയുള്ള കോണുകളുടെ എതിരെ കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു കോണിന് ഓപ്പോസിറ്റ് ഇവിടെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ 40 ആയിരിക്കും. ഇനി ബാക്കിയുള്ള കോണുകൾ അതിനെ കണ്ടുപിടിക്കുക. ഈ ഒരു ആംഗിള് 40 ആയാൽ രണ്ടും കൂട്ടി എത്ര കിട്ടേണ്ടത്? 180. ബാക്കി 140 ആയിരിക്കും ഇവിടെ. ഇവിടെ 140 വന്നാൽ തൊട്ട് താഴെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 140 ആയിരിക്കും. ഇങ്ങനെ ഈ 2 പോയിന്റുകളാണ് ഈ ഒരു എക്സാമ്പിളിൽ, ഈ ഒരു തിയറിയാണ് ഈ ഒരു എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? മനസ്സിലാക്കേണ്ട 2 പോയിന്റ് എന്താണ്? രേഖീയ ജോഡികളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയുള്ള കോണുകൾക്കെതിരെ കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും. ക്ലിയർ? അപ്പോ ഈ ഒരു തിയറി കണ്ട് പേടിക്കണ്ട, ഇത്രയേ ഉള്ളൂ. ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി നമുക്ക് ഇതേ തിയറി വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് ചെയ്യാം. എല്ലാവരും ഇത് നോട്ടിൽ എഴുതിയെടുക്കുക. അങ്ങനെ നമ്മളിപ്പോ തിയറി പഠിച്ചു അല്ലെ മക്കളെ? തിയറി എന്തായിരുന്നു? ഫസ്റ്റുള്ള തിയറി നമ്മൾ പഠിച്ചതാണ്. അതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി. എന്താ സപ്ലിമെന്ററി ആംഗിൾസിന്റെ ഒക്കെ പ്രത്യേകത? സം ഈസ് ഈക്വൽ ടു 180 അല്ലേ? അപ്പോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ 2 പോയിന്റ് ആണ് ഇനി ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതില് ഫസ്റ്റ് വൺ, നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുക. ടെക്സ്റ്റിൽ കാണാം അല്ലേ? ഇങ്ങനെ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രോസ് ലൈൻ കൊടുത്ത് ഒരു ആംഗിളിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. ബാക്കി നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തിയറി എന്തായിരുന്നു? ഇപ്പൊ താഴത്തെ ആംഗിളാ തന്നത് അല്ലേ? ഈ ആംഗിളിനെ എങ്ങനെ പറയാം? ഇവിടെ സെന്ററിൽ O എന്ന് കൊടുക്കാം അല്ലേ? ആംഗിൾ AOD തന്നിട്ടുണ്ട്. എന്താണ്? അപ്പൊ തന്നതിനടുത്ത് എഴുതി വയ്ക്കാം. AOB എത്ര തന്നത്? 45 ഡിഗ്രി. AOD 45 ഡിഗ്രി ആണെങ്കിൽ BOD എത്ര ആയിരിക്കും? സം ഈസ് ഈക്വൽ ടു 180 അല്ലേ? 2 കോണുകളും കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ 180 മൈനസ് 45 ഡിഗ്രി എന്ന് എഴുതി കണ്ടുപിടിക്കുക. ഇനി കാണേണ്ടത് എന്താണ്? ഏതൊരു പ്രോബ്ലം നമുക്ക് തരുമ്പോഴും തന്ന കാര്യങ്ങളെ, ചോദ്യത്തിൽ ഉള്ള കാര്യങ്ങളെ ആദ്യം എടുത്ത് എഴുതി വെക്കുക. അതൊക്കെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള വഴികളാണ്. തന്ന കാര്യങ്ങളിൽ നിന്ന് വേണം തരാത്തതിലേക്ക് നമ്മൾ പതിയെ പതിയെ കണ്ടുപിടിച്ച് അതിനെ ഫൈൻഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ തന്ന കാര്യം എന്താണ്? ഇവിടെ ഒരേ ഒരു ആംഗിൾ ആണ് തന്നത് അല്ലേ? AOD is equal to 45. ഈ ക്ലൂ വെച്ച് വേണം നമ്മൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ. അപ്പോ നമ്മൾ പഠിച്ചത് എന്താണ്? രേഖീയ ജോഡികളുടെ തുക. ഇവിടെ ഈ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുക അല്ലേ? അപ്പുറത്തുകൊണ്ട് ഇതിന്റെ കൂട്ടുകാര്. അപ്പൊ ഈ ഒരു കോണ് നമുക്ക് അറിയില്ല. അപ്പൊ എന്താണ്? അതിന്റെ പേര് എഴുതാം. കോൺ BOD is equal to എത്രയായിരിക്കും? 180 ഡിഗ്രിയിൽ നിന്ന് 45 കുറച്ചത്. അപ്പൊ എത്ര കിട്ടുക? തന്ന കാര്യം, തന്ന ആംഗിൾ AOD is equal to 45 ഡിഗ്രി. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇത് അല്ലേ? ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോ BOD കണ്ടുപിടിക്കുക എങ്ങനെയാ? 180 നിന്നും ഇത്രയും ഭാഗമാണ് കുറച്ചത്. അപ്പൊ എത്ര കിട്ടുക? 135 ഡിഗ്രി. എത്ര കിട്ടുക? BOD 135 ഡിഗ്രി. ഈ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ രേഖീയ ജോഡികൾ ഇപ്പൊ എന്തായി? 180 ഡിഗ്രി ആയില്ലേ? കൂട്ടിയപ്പോ 180 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അത് തന്നെ ആയിരിക്കും അല്ലേ? ഏതാ ഓപ്പോസിറ്റ് ആംഗിള്? ഈ ഒരു V പോലെയുള്ള വരയ്ക്ക് ഇവിടെ ഒരു ഓപ്പോസിറ്റ്
ആംഗിൾ എത്രയായിരിക്കും? 135 ഡിഗ്രി. അങ്ങനെയെങ്കിൽ 45-നെതിരെ കിടക്കുന്ന കോൺ എത്രയായിരിക്കും? 45 ഡിഗ്രി. മനസ്സിലായോ? ഇനി ഈ കോണുകളുടെയൊക്കെ പേരെടുത്ത് എഴുതി വെച്ച് അത് എഴുതി വെക്കുക. ഈ എഴുതിയുള്ള മെഷർമെന്റ് എഴുതി വെക്കുക. അപ്പൊ ഇത് രണ്ടും നമ്മൾ എഴുതിയല്ലേ. ഇനി അടുത്തത് ഏതെഴുതാം? AOC. ആംഗിൾ AOC എത്രയാ? 135 ഡിഗ്രി. ഇനി അടുത്തത് BOC. ആംഗിൾ BOC സമം 45 ഡിഗ്രി. ഈ എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഈ ഒരു പ്രോബ്ലം മനസ്സിലായില്ലേ? വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിച്ച ആ തിയറിയുടെ കാര്യങ്ങൾ തന്നെ ഇതിൽ വന്നിട്ടുള്ളത്. ആ തിയറി ഒന്നുകൂടെ ചുരുക്കി പറയുമ്പോൾ രണ്ട് പോയിന്റ് മനസ്സിൽ ഉണ്ടായിരിക്കണം. തൊട്ടടുത്തുള്ള ഈ രണ്ട് കോണുകളുടെ തുക 180. എതിർകോണുകൾ തുല്യമായിരിക്കും. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള വേറെ പ്രോബ്ലംസ് ചെയ്യാം. രണ്ടാമത്തെ ചെയ്യാം. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ടെക്സ്റ്റിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്രോസ് ആയിട്ട് പോയി ഇത്രേ തന്നത്. ചെയ്തൂടെ? എന്തൊരു സിമ്പിളാണ്. ഇതിനൊക്കെ ഒരു പേര് കൊടുക്കുക. ABCD പേര് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ 110 അല്ലേ? 110 വന്നാൽ തൊട്ടിപ്പുറത്ത് അല്ലേ? ഇവർ രണ്ടുപേരും കൂട്ടിയാൽ എത്ര കിട്ടണം? 180. 180-ന് 110 പോയാൽ എത്രയായിരിക്കും? 70 ഡിഗ്രി. അപ്പൊ ഇതിനെടുത്ത് എഴുതിക്കൂടെ? ഓരോ കോണുകളുടെയും പേരെടുത്ത് എഴുതാം. ഇവിടെ O കൊടുക്കാം അല്ലേ? സെന്ററില് ഓയോ ഡി കൊടുക്കാൻ പാടില്ല. എക്സോ വൈയോ എന്ത് വേണമെങ്കിലും കൊടുക്കുക. ഇതിലില്ലാത്ത ഒരു ചരത്തെ വേണം ഇവിടെ കൊടുക്കാൻ. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്താൽ അതേപോലെ കോണിന്റെ പേര് എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. കോൺ എഴുതുമ്പോൾ അങ്ങനെ നമുക്ക് 110 ഡിഗ്രി തന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റും 110 ആയിരിക്കും. ഇവിടെ 70 കിട്ടി. രണ്ട് കോണുകളുടെയും തുക 180 ആയ കാരണം ഇവിടെ 110 ആണെങ്കിൽ 180-ന് ഇത്രയും ഭാഗം പോയതായിരിക്കും ഇവിടെ. ഇനി ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 70 ഡിഗ്രി. എതിർകോണുകൾ തുല്യം. ഇങ്ങനെയുള്ള തിയറി എന്താ? ലീനിയർ പെയർ സപ്ലിമെന്ററി. രേഖീയ ജോഡികളുടെ തുക 180. അതുകൊണ്ടാണ് ഇവിടെ 70 വന്നത്. ഇനി ഈ കോണുകളുടെ പേരൊക്കെ ഒന്ന് എടുത്ത് എഴുതി വെക്കാം. വെറുതെ ഇങ്ങനെ വരച്ചാൽ പോരാ. അതെല്ലാം ആൻസർ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നോട്ടിൽ എഴുതുമ്പോൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ തന്ന കാര്യം ആദ്യം എഴുതാം അല്ലേ? ഏതാ തന്നത്? നമ്മുടെ ചോദ്യത്തിൽ തന്നത് BOD. ഏതാണ്? ആംഗിൾ BOD = 110 ഡിഗ്രി. അങ്ങനെയെങ്കിൽ AOD എത്ര? ആംഗിൾ AOD സമം 70 ഡിഗ്രി ആണല്ലോ. 70 ഡിഗ്രി. ഇനി ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ കാര്യം എടുക്കുക അല്ലേ? AOC എത്രയാ? ആംഗിൾ AOC 110 തന്നെ. 110 ഡിഗ്രി. അടുത്തതോ? സ്ഥലം ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെ എഴുതുന്നു കേട്ടാ. BOC. ആംഗിൾ BOC 70 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു തന്നതാണ്. ഇനി ഇതേപോലെ ടെക്സ്റ്റിൽ വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. വേറെ ഒന്നുമില്ല. ഇത്രയും രണ്ട് പ്രോബ്ലം മനസ്സിലായെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അത് നിങ്ങൾ നോട്ടിൽ വർക്കൗട്ട് ചെയ്യുക. ഇനി ഇപ്പൊ നമ്മൾ ഒരു ലൈനിനെ ക്രോസ് ആയിട്ട് ഒരു വര വന്നപ്പോൾ 4 കോണുകൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ? അപ്പോഴുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി അത് ഒരു 5 കോണൊക്കെ ആകുമ്പോഴോ, ഒരു 5 ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. നോക്കിയാലോ? അപ്പൊ അതെങ്ങനെ വരയ്ക്കാം? ആദ്യം ഒരു ലൈൻ വരച്ച് ക്രോസ് ആയിട്ട് വേറൊരു ലൈനും കൊടുത്തു. പിന്നെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ലൈന്. എന്നിട്ട് പറയാണ് ഇവിടെ 50,
ഇവിടെ 50 ഡിഗ്രി, ഇവിടെയോ 70 ഡിഗ്രി. ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പൊ എത്ര ആംഗിളായി? 1 2 3 4 5. ഇതുവരെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? 4 ആംഗിള് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം അല്ലെ. അപ്പൊ എങ്ങനെയാണ് തരാത്ത കോണുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ 5 ആംഗിൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇത്? 90 ഡിഗ്രി പോലെയല്ല, ഒന്നും കൂടെ ഇങ്ങനെ ആയിട്ടാണ് കേട്ടാ. അപ്പൊ എന്ത് ചെയ്യും നോക്കാം. ഇതില് ഇപ്പൊ തന്ന കാര്യങ്ങൾ, അപ്പൊ ഇതിനൊക്കെ ഒന്നും കൂടെ നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് ഇതിനെടുത്ത് വരയ്ക്കുക. AB CD, സെന്ററിൽ O കൊടുക്കാം, ഇവിടെ E കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം. എന്നതിന് ശേഷം ഇനി തന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതണ്ടേ. അപ്പൊ തന്ന കോണുകളെ ആദ്യം എടുത്ത് എഴുതാം. ഏതൊക്കെയാണ്? BOC, ആംഗിൾ BOC എത്രയാണ്? 50 ഡിഗ്രി. പിന്നെയോ ആംഗിൾ DOE, ആംഗിൾ DOE എത്രയാണ്? 70 ഡിഗ്രി. അപ്പൊ തന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? എടുത്തെഴുതി. ഇനി ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കിക്കൂടെ? ഈ ഒരു കോണ് അല്ലേ 50 ഡിഗ്രി. അപ്പൊ അതേ വര ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇതിനെങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ഒരു വര ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ഇതിന്റെ എതിരായിട്ടുള്ള ഒരു കോണ് വന്നു. അത് എത്രയായിരിക്കും? ഈക്വൽ ആയിരിക്കും 50 ഡിഗ്രി തന്നെ ആണല്ലോ. ഇനി ഇവിടെ 50 ഡിഗ്രി ആയാൽ ഇതൊരു രേഖീയ ജോഡികളല്ലേ. ഇവിടെ എത്രയായിരിക്കും? ടോട്ടൽ 180 വേണം. അപ്പൊ 180-ൽ നിന്ന് 50 കുറച്ചത്. അപ്പൊ എത്ര കിട്ടി? 130 ഡിഗ്രി കിട്ടി. ഈ 130-ന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇവിടെ 2 എണ്ണം വന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ശരിക്കും ഈ ഒരു 2 ആംഗിളും, അതായത് ഏതൊക്കെ കോണുകൾ നമുക്ക് കിട്ടിയതിന്റെ അടുത്ത് എഴുതാം. AOD എത്രയാ? ആംഗിൾ AOD 50 ഡിഗ്രി. എത്രയാണ്? 50 ഡിഗ്രി. ആംഗിൾ AOC എത്രയാണ്? 130 ഡിഗ്രി, 130 ഡിഗ്രി. ഇനി DOB ടോട്ടൽ ആയിട്ട് 130 ആണല്ലോ വരിക. കാരണം ഈ ഒരു കോണിന്റെ എതിരെയുള്ള കോണ് അല്ലേ, കണ്ടോ? എതിർകോണുകൾ തുല്യമായിരിക്കും. ഇവിടെ നിന്ന് ഇത്രയുള്ള ഭാഗം, ഇവിടെ നിന്ന് ഇത്രയുള്ള ഭാഗം തുല്യമാണ്. പക്ഷേ നമുക്ക് ഇവിടെ 70 തന്നിട്ടുണ്ട്. 70 തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയായിരിക്കും ഇവിടെ വരിക? 130 ടോട്ടൽ വരേണ്ടത്. ആ 130-ല് 73 ഭാഗം 70 തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് കണ്ടുപിടിച്ചാ പോരെ. അപ്പോ കോൺ DOB സമം എങ്ങനെ എഴുതാം? 130 മൈനസ് 70. 130 മൈനസ് 70 എത്ര കിട്ടും? 60 ഡിഗ്രി. എത്ര കിട്ടുക? 60 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്രയാണ്? 60 ഡിഗ്രി കിട്ടി. 60ഉം 70 എന്തായി? 130 ഡിഗ്രി. ഇത്രയും ഭാഗം മനസ്സിലായോ? ഇതുവരെ നമ്മൾ ചെയ്തത് 4 ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കോണുകളുടെ മെഷർമെന്റ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആണ്. രേഖീയ ജോഡികളുടെ തുക 180 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ 5 കോണുകൾ വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വന്നത്. ഇങ്ങനെയാണ് ഓരോ കോണുകളുടെയും തന്ന കാര്യങ്ങൾ എടുത്തെഴുതി തരാത്തതിനെ കണ്ടുപിടിച്ചു. വളരെ സിമ്പിളാണ്. ഇതേപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക. കൂടാതെ ടെക്സ്റ്റിലും ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് എഴുതിയെടുക്കുമല്ലോ. എഴുതിയെടുക്കുക കേട്ടോ നോട്ടില്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്തത് ഇനി 6 കോണുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കാം. കണ്ടോ എത്ര കോണ് വന്നു? എത്ര വന്നാലും നമുക്ക് ഈ തിയറി പ്രകാരം വളരെ ഈസിയാണ്. ഇതിനൊക്കെ പേര് കൊടുത്താലോ?
പേര് കൊടുക്കാം. ആദ്യം AB എന്ന ലൈൻ, പിന്നെയോ CD, സെന്ററിന് എപ്പോഴും O കൊടുത്തു. ഒന്നുമല്ല, ഇഷ്ടമുള്ളത് കൊടുക്കാം. നമ്മളിവിടെ കോമൺ ആയിട്ട് O ഉപയോഗിച്ചു. ഇനി EF കൊടുത്തു. പേരൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇങ്ങനെ ഒരു ആംഗിൾ എത്രണ്ണം വന്നു ഇപ്പൊ ഇതില്? ഒരു ആംഗിള്, രണ്ടാംഗിള്, 3, 4, 5, 6 അല്ലേ? അങ്ങനെ 6 കോണുകളാണ് ഇവിടെ കാണുന്നത്. മനസ്സിലാവാൻ എഴുതിയതാണ്, അങ്ങനെ വായിക്കുകയാണ് കേട്ടോ. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇതില് ഇവിടെ ഇപ്പൊ വരയ്ക്കുമ്പോൾ ഏകദേശം ഇപ്പൊ അങ്ങോട്ട് അളവുകളൊക്കെ കാണുമ്പോൾ സെയിം ആയിട്ടൊക്കെ തോന്നാം. ഇവിടെ 60 കൊടുത്തു, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 40 ഡിഗ്രി. എത്ര കിട്ടിയത്? 60, 40. അപ്പൊ തന്നതിനെ ഇവിടെ എടുത്ത് എഴുതാം അല്ലെ? നമുക്ക് ഏതൊക്കെ ആംഗിളാ തന്നത്? AOC. ഏതാണ് ആംഗിൾ AOC? എത്രയാ? 60 ഡിഗ്രി. ഇവിടെയോ BOE, ആംഗിൾ BOE 40 ഡിഗ്രി അല്ലേ? 40 ഡിഗ്രി. ഇനി ബാക്കിയുള്ളതിനെ ഈ ക്ലൂ വെച്ചിട്ട് വേണം ബാക്കിയുള്ളതിനെ കണ്ടെത്താൻ. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ഓപ്പോസിറ്റ് കണ്ണടച്ച് പറഞ്ഞൂടെ? ഈ കോണുകളുടെ ഒക്കെ എതിരെ കിടക്കണം. കണ്ടോ, ഇങ്ങനെ എക്സ് പോലെ വന്നിട്ടില്ലേ? ഇവിടെ എത്രയായിരിക്കും? 40. അതേപോലെ ഇവിടെ ഒരു എക്സ് കണ്ടില്ലേ? എക്സ്. അപ്പൊ ഇവിടെ എന്താ? 60. എതിർ കോണുകൾ തുല്യമാണ്. ഇവിടെ കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ എന്താണ്? കണ്ടെത്തണം. ഇവിടെ ഏതായിരിക്കും തിയറി വരിക? ലീനിയർ പെയേഴ്സ് ആർ സപ്ലിമെന്ററി. അതായത് രേഖീയ ജോഡികളുടെ തുക 180, കൂട്ടിയ 180 കിട്ടണം. അവിടെ ഈ ഒരു വരയുടെ മേലെ താഴെ 180 ആണ്. അങ്ങനെയെങ്കിൽ 60 40 എത്രയാ? 100 ആണല്ലോ. ബാക്കി 180 എത്ര ഉണ്ട്? 80 ഡിഗ്രി. എത്രയുള്ളത്? 80. ഇവിടെ 80 ആയാൽ ഇവിടെ എത്രയായി? എതിർകോണുകൾ തുല്യം, 80 ഡിഗ്രി. ഇനി അതിനൊക്കെ എടുത്ത് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? COE. ഏതാണ്? ആംഗിൾ COE = 80 ഡിഗ്രി ആണല്ലോ. അതേപോലെ FOD, ആംഗിൾ FOD 80 ഡിഗ്രി. പിന്നെ നമ്മൾ ഇത് രണ്ടും എഴുതിയിട്ടില്ല അല്ലേ? അപ്പൊ അത് എഴുതാം. AOF, കോൺ AOF എത്രയാണ്? 40 ഡിഗ്രി. ഇത് BOD, കോൺ BOD 60 ഡിഗ്രി. ടോട്ടൽ 6 ആയില്ലേ? 1 2 3 4 5 6. അങ്ങനെ 6 കോണുകളുടെ മെഷർമെന്റ് കിട്ടി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഒന്നും കൂടെ ചെയ്യാം. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ നോട്ടില് ഹോംവർക്കായി ചെയ്യണം. എല്ലാം ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാം. അതായത് 6 കോണുകൾ വരുമ്പോൾ എങ്ങനെയാണ് മെഷർമെന്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇനി അത് കാണുമ്പോൾ ഒരു ടെൻഷൻ വേണ്ടെന്ന് കരുതി അതും കൂടെ വർക്കൗട്ട് ചെയ്യാം ലാസ്റ്റ് കേട്ടോ. അപ്പോഴ് AB വരച്ചു. AB എന്ന ലൈൻ വരച്ചു. AB ഇങ്ങനെ വരച്ചു. ഇങ്ങനെ ഇവിടെ 50. ഇങ്ങനെയാണ് നമ്മളുടെ ടെക്സ്റ്റിൽ തന്നത്. ഇനി എന്താ ചെയ്യുക? എല്ലാറ്റിനും പേരൊക്കെ കൊടുത്ത് ABCD കൊടുത്തു, EFും കൊടുത്തു. ഇവിടെ ഓയോ എമ്മോ എന്ത് വേണേലും കൊടുക്കാം. ഞാനിവിടെ ഓയാണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ തന്ന കാര്യം എടുത്ത് എഴുതാലോ. നോ ഡൗട്ട്. BOE ഏതാ തന്നത്? ആംഗിൾ BOE. ആംഗിൾ BOE =
BOE is equal to 50 degree. Given. Clear? Given. BOE 50. Automatically opposite angles are equal. എത്ര വരും? 50. കണ്ടോ? എക്സ് പോലെ അങ്ങനെ കാണും. ഈ ഒരു ലൈൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ഒരു കോണിന്റെ ഈ ഒരു ലൈനും എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എതിർകോണുകൾ. അപ്പൊ 50 ഇവിടെ ആണെങ്കിൽ ഇവിടെ 50. അതിനെങ്ങനെ പറയാം? AOF ആംഗിൾ AOF is equal to 50 ഡിഗ്രി. ക്ലിയർ? ഇനി വേറൊരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ ഇങ്ങനെ ഇട്ടുണ്ട്. എന്താ ഇങ്ങനെ ഇട്ട ആംഗിളിന്റെ പ്രത്യേകത? റൈറ്റ് ആംഗിൾ. എന്താണ്? റൈറ്റ് ആംഗിൾ ആയിരിക്കും അല്ലെ? ഇവിടെ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? പേരെഴുതാം നമുക്ക്. എന്താണ് ആ കോണിന്റെ പേര്? AOC. ആംഗിൾ AOC ഗിവൺ 90 ഡിഗ്രി അല്ലേ? റൈറ്റ് ആംഗിളിന്റെ മെഷർമെന്റ് എത്രയാ? 90 ഡിഗ്രി. അവിടെ 90 ആണെങ്കിൽ ഈ രണ്ട് വരകൾ, ഈ രണ്ട് വശങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എതിർകോണ് അല്ലേ? അതും എന്തായിരിക്കും? 90 ആയിരിക്കും. എതിർകോണുകൾ തുല്യം. എതിരെ കിടക്കുന്ന കോണ് തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. BOD. അപ്പൊ ആംഗിൾ BOD എത്രയായിരിക്കും? 90 ഡിഗ്രി. മനസ്സിലായോ? ഇനി നമുക്ക് കിട്ടാത്ത കോൺ ഏതാണ്? ഇവിടെ അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 90 ആയിരിക്കും. കാരണം കൂട്ടിയ 180 കിട്ടണ്ടേ? ഇത്രയും ഭാഗം 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 50 ഉണ്ട് അല്ലെ? നമുക്ക് കിട്ടേണ്ട കോൺ ഏതാണ്? COE. COE is equal to കോൺ COE is equal to എത്രയായിരിക്കും? ഈ ഒരു ആംഗിള് 90 ഡിഗ്രി ഉണ്ടാവുക. എത്ര ഉണ്ടാവുക? 90. 90 180 ആയിരിക്കും. വൈ? ലീനിയർ പെയേഴ്സ് ആവില്ല. അപ്പോ 180 കിട്ടും. ഇവിടെ 50. 90 50 പോയാൽ എത്രയാ? അതായിരിക്കും ആ ഒരു ആംഗിൾ വരിക. 90 മൈനസ് 50. 90 മൈനസ് 50 എത്രയാ? 40 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരിക. 90-ന് ഇത്രയും ഭാഗം പോയാൽ ഇവിടെ എത്രയാണ്? 40 ഡിഗ്രി. എത്ര കിട്ടി? 40. 50 40 90 ആയി അല്ലേ? അപ്പൊ ഇവിടെ 40 ഡിഗ്രി. COE എന്നത് 40. ആ COEയുടെ വരകളൊന്നും എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്നതാണ് അതിന്റെ എതിർകോണ്. അതായത് ഇത് എതിർകോണുകൾ തുല്യം 40 ഡിഗ്രി. എത്ര തന്നെയാണ്? 40 ഡിഗ്രി. ആ എതിർകോണിന്റെ പേരെന്താണ്? DOF. D സ്ഥലം ഇവിടെ എഴുതുന്നുണ്ട്. കോൺ DOF is equal to 40 ഡിഗ്രി. 40 ഡിഗ്രി. ഇപ്പൊ എല്ലാതും കിട്ടിയില്ലേ? ഇവിടെ അങ്ങനെ 90 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ 90 എന്ന് എഴുതി തരാം. ഇനി അവിടെ ഒരു സംശയം വരണ്ട. 90 ഡിഗ്രി 90 ഡിഗ്രി. എത്ര ആംഗിൾ ഉണ്ട്? 1 2 3 4 5 6. ക്ലിയർ? അങ്ങനെ 6 ആംഗിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും മെഷർമെന്റ് എന്നതാണ് ഈ പറഞ്ഞത് അല്ലെ? ഇങ്ങനെ ഒരു പ്രോബ്ലവും ടെക്സ്റ്റിലുണ്ട്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതെല്ലാം നോട്ടിലേക്ക് എടുത്തെഴുതി വെക്കുക. കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ തന്നെ ഓരോ ആംഗിളിന് ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് ഒരു എക്സാമ്പിൾ വൈസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. മാത്സ് എപ്പോഴും കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അത് കൂടുതൽ എളുപ്പമാകുന്നത്. അപ്പൊ ഇന്ന് ഇത്രയും മതി അല്ലേ? ഇതോടെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ആഡിങ് ആംഗിൾസ് എന്നുള്ള കോണുകൾ ചേരുമ്പോൾ എന്നുള്ള ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ സമാന്തര വരകളെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാം, കൂടാതെ പഠിക്കുകയും ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നമസ്കാരം. എല്ലാ കൂട്ടുകാരും ഈ ഒരു ക്ലാസ്സിലെ വർക്കുകളെല്ലാം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു.